ആ കുഞ്ഞു ശരീരം ആ പട്ടടയിലേക്ക് എടുക്കുകയാണ്. ഇനി കല്യാണി ഒരു ഓർമ്മയായി മാത്രം മാറിയിരിക്കും. തീർച്ചയായിട്ടും ഈ നാടിന് എല്ലാവർക്കും ഒരു തീരാ നൊമ്പരമായിട്ട് കല്യാണി എന്ന ആ 3 വയസ്സുകാരി കൊച്ചു കുഞ്ഞു ഈ നാടൊന്നാകെ ഒരുമിച്ച് തേങ്ങുകയാണ്. തങ്ങളുടെ കല്യാണിക്കുട്ടി ഇനി ഓർമ്മയാവുകയാണ്. കല്യാണിക്കുട്ടിയുടെ കളിയും ചിരിയും മാത്രമാണ് ഇനി ഓർമ്മകളായി ഇവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ആ ഓർമ്മകൾ മായാതെ തന്നെ നിൽക്കും. ഒരിക്കൽ കൂടി നമുക്ക് പറയാം, ഒരു കുഞ്ഞിനും ഇത്തരത്തിൽ തൻ്റെ അമ്മയുടെ കൈകൊണ്ട് മരിക്കേണ്ട ഗതി വരരുതേ. കല്യാണി എന്ന 3 വയസ്സുകാരി ഇനി ഓർമ്മയിലേക്ക് മാറിയിരിക്കുന്നു. ഇനി അവളുടെ ഓർമ്മകൾ മാത്രമാണ് ആ വീട്ടുമുറ്റത്ത് കളിക്കുക, അവളുടെ കളിയും ചിരിയും ഇല്ലാത്ത ആ വീട്. കാശിക്കുട്ടനോടും കല്യാണിയുടെ കൂട്ടുകാരോടുമൊക്കെ എന്ത് പറയും എന്നതാണ്. എല്ലാവരും മാറി കൊടുക്കാം. വേദനയില്ലാത്ത ലോകത്തേക്ക് കല്യാണി മടങ്ങുകയാണ്. ഇനി കല്യാണി ആ 3 വയസ്സുകാരി, ആ പൊന്നോമന നമുക്കൊപ്പമില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുഞ്ഞ് അത്രയധികം വേദന സഹിച്ചാണ് യാത്രയാവുന്നത്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. സ്വന്തം അമ്മ പുഴയിലെടുത്ത് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 വയസ്സുകാരിയൊക്കെ അമ്മയെ ഏൽപ്പിക്കാമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും വേദന ഇല്ലാത്തൊരു ലോകത്തേക്ക് കല്യാണി നമ്മളെ എല്ലാവരെയും വിട്ടു പിരിഞ്ഞ യാത്രയായി.